റോബസ്റ്റ കൊള്ളാലോ. കൊള്ളാല്ലേ? ജൈവനാ. എൽദോച്ചാന്റെ പറമ്പീന്ന് വെട്ടിയതാ. എവിടെന്നാ? എൽദോച്ചാന്റെ പറമ്പീന്നേ. ഏട്ടാ സാബു, നീ അത് വെട്ടുമ്പോ ചോദിച്ചിട്ട് വെട്ടണ്ടേ? എൽദോച്ചായ എന്നെയല്ലേ പറമ്പും കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചേക്കണത്. എങ്ങനെ? ആരാന്നാ? എന്നെ പറമ്പും കാര്യമൊക്കെ ഏൽപ്പിച്ചേക്കണേ. മൂപ്പരേ ഇത്തവണ നെടുമ്പാശ്ശേരിന്ന് കയറി പോണ സമയത്തെ എന്നെ ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് പോയേ. ഏടാ സ്വന്തം വീട്ടിലെ ഗ്യാസ് കുറ്റി കട്ടെടുത്ത് മറച്ചു വിട്ട നിന്നെ എങ്ങനെയാടാ എൽദോച്ചായം പറമ്പ് ഏൽപ്പിക്കണേ? യൂത്തിന്റെ പണി നിൽക്കല്ലേ? മനുഷ്യർ പോകുന്നല്ലേ? എന്ത് വട്ടാടോ എനിക്ക്? കുറെ നാളെ തുടങ്ങിയിട്ട് ഞാൻ എന്നാ വിളിക്കേ, വിളിക്കേ, ഒരു തീരുമാനം ഉണ്ടാക്ക്. നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി അവന്റെ നെഞ്ചത്തടിച്ച് വെച്ച് വെച്ചു. ഏയ് നീ വിളിക്കേ, എൽദോനെ വിളിക്കേ. ബാലൻസ് ഇല്ല. പറ, നമ്പർ പറ. ഹലോ, എൽദോ ചായനല്ലേ? താഹിറ, മെമ്പർ താഹിർ. എന്നാ താഹിറ? അതെ, നമ്മുടെ ടോമി സാബും തമ്മിലേ ചെറിയൊരു തർക്കം. നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് ആദായം എടുക്കാൻ ആരെ ഏൽപ്പിച്ചേർന്നേ? അത് സാബുവിനല്ലായിരുന്നു. എന്തേ? ഒന്നുമില്ല. അതെ, അതെന്നാ സാബുവിന്റെ കാര്യം പറഞ്ഞ? ഒന്നുമില്ലെന്നേ, നമ്മുടെ പുതിയ പറമ്പിൽ നിന്ന് വേണമെങ്കിൽ ആദായം എടുത്തോളാം. ഞാൻ ആ സാബുവിനോടൊന്ന് പറഞ്ഞായിരുന്നു, അത്രേ ഉള്ളൂ. അതെന്നാ പണിയാ കാണിച്ചേ? കാലങ്ങളായിട്ട് എൻ്റെ ആങ്ങളെ ടോമി ചേട്ടായി അല്ലയോ നമ്മുടെ വസ്തുക്കളൊക്കെ നോക്കുന്നേ. ഇതിപ്പോ എവിടുന്നാ ഈ സാബു കയറി വന്നേ? അവനിച്ചിരി ദുർബലനാന്നേ, വീട്ടിൽ ചിലവെങ്കിലും നടക്കട്ടെന്ന്. ഒറ്റയ്ക്ക് നാട്ടിലേക്ക് വിട്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കോളാക്കുന്നു. എൻ്റെ സാറേ, നീ ടെൻഷൻ ആവല്ലേ. നീ കിടക്ക്, നമുക്ക് രാവിലെ പറയാല്ല. സാബുവേ ബെസ്റ്റ് പാർട്ടിയാ. എന്റെ മാതാവേ, നിനക്കിപ്പോ എന്നാ വേണ്ടേ? എനിക്കിപ്പോ ഒന്നും വേണ്ട. ഇതൊക്കെ വല്ല കാര്യമാണ്. ആ ഫോൺ ബെല്ലടിക്കണം. അതങ്ങ് വിട്ടേര്. എൽദോ ചായനാണല്ലോ. തായറേ, സാറയായിട്ട് പറമ്പിന്റെ കാര്യങ്ങൾ ടോമീനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെയാണ് കാര്യങ്ങൾ. എൽദോ ചായൻ പറയുന്നേ പറമ്പ് നിന്നെ ഏൽപ്പിച്ചേക്കണെന്ന്. എടാ സാബു, കുണം പിടിക്കാത്തവനെ, എൻ്റെ അളിയൻ മണ്ടനല്ല. നിങ്ങളൊരു മണ്ടനായി പോയല്ലോ. ഇതെന്തിനാ എന്റെ പേര് പറയാൻ പോയേ? നീയല്ലേ പറഞ്ഞേ അല്ലേ? ഇനി സാബു ചെന്നത് വീട്ടിൽ പറഞ്ഞ് ഇപ്പൊ വിളിക്കും നിങ്ങളുടെ തള്ള. അല്ലെങ്കിലോ നിങ്ങൾ എന്റെ സാരിത്തുമ്പിലാന്ന് പറഞ്ഞ് നാട് മുഴുവൻ നാറ്റിക്കുക. ചിൽ സാറാ, ചിൽ. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. വായ്പ കിടന്നു. ഗുഡ് നൈറ്റ്. ഓ, നിങ്ങളോട് വിളിപ്പൊടുവിലുണ്ട് കൃഷ്ണൻ, ഞാൻ തീത്ത. അങ്ങനെ ഇപ്പൊ വേണ്ട. വിളിക്ക്, തിരിച്ച് വിളിക്ക്. പ്ലീസ്. എന്നെ എൽദോ ചായ? ഞാൻ കാര്യങ്ങൾ സാബുവിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. അതപ്പോ അങ്ങനെ തന്നെയാണ്. പിന്നെ എന്റെ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാ. ഫിക്സ്. എടാ എൽദോ, ഒരുമാതിരി മറ്റേടത്തെ വർത്താനം പറയില്ലേ? നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. നീ ആരുടെ കോപ്പ ഇതിൽ കയറി ഇടപെടാൻ? ഞാനോ? ഞാൻ നിന്റെ അപ്പൻ. ഇച്ചാന്റെ തന്തയ്ക്ക് പറയുന്നോടാ. ആളിയുടെ തന്തയ്ക്ക് പറഞ്ഞോടാ. അവന്റെ ഒരു മധ്യസ്ഥത. അവന്റെ അപ്പനെ വിളിച്ചിട്ട് അപേക്ഷ വിടില്ല, ഞാൻ ഒഴുത്തിനും വിടില്ല. എന്നോടെ ഒഴുത്തിനും വിടില്ല. എവിടെ നോക്കിട്ട് അവിടെ വരുന്നേ? മാങ്ങാട്ടി. ഞാനല്ല, അയാളാണ്. ഏതയാള്?
ചേട്ടൻ കണ്ടല്ലോ എന്റെ ഫ്രണ്ട് വെറുക്കടാ. അയാൾ വണ്ടി വന്ന് ഓടിച്ചു ഇടിച്ചതും പോരാ. സൈക്കിളിൽ നിന്ന് ചേട്ടാ. നീ അങ്ങോട്ട് പോവാ. ചേട്ടാ, ഞാനല്ല ആ താടിക്കാരനാണ്. നീ പെറുക്കി വെച്ചിട്ട് പോയാ മതി. ഇത് സൈക്കിൾ ഞാനൊന്ന് എത്തിക്കടിച്ചു എന്നെ കാണുമ്പോ. ഭാരത ഭാഗ്യ വിദാത വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലജിതരംഗ ഗാഹേ തവ ജയ ഗാഥ भारत भाग्य विदाता जय हे जय हे जय हे जय जय എൽസി കുറച്ച് വെള്ളം. അതറിഞ്ഞാ മതി. നാളെ ആയുധം കൈമാറിയതിനു ശേഷമാണ് ശരിക്കുള്ള മിഷൻ തുടങ്ങുക. എടി എൽസി, കൊണ്ടുള്ള കളി ചിലരുടെയൊക്കെ അവസാനത്തെ കളി. നമ്മുടെ ഈ മിഷൻ പൂർത്തീകരിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നീ മറക്കാതിരിക്കുക. ജോസേട്ടൻ നിന്റെ അമ്മയ്ക്ക് പെണ്ണു നോക്കോ മോളെ. എന്നാടാ ജോസേ, നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? മോളി ചേച്ചി ഇപ്പൊ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയില്ലെങ്കിൽ പലയടിച്ച് ഞാൻ റബ്ബർ ഷീറ്റാക്കും. ഇത് ഭ്രാന്ത. ഹലോ, നിന്റെ പെങ്ങളെ ഇവിടെ അളിയൻ തല്ലി കൊല്ലുവോ? ഹലോ ഹലോ